ഗായ്സ്, വെൽക്കം ടു മൈ ഫ്ലേവർ ഫ്യൂഷൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ വീഡിയോ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആണ്. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമാവുന്ന ചില്ലി ചിക്കൻ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. അപ്പം നമുക്ക് ഒട്ടും നേരം വഴിയിപ്പിക്കേണ്ട, വീഡിയോയിലോട്ട് പോവാം. നമുക്ക് ചില്ലി ചിക്കൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് 650 ഗ്രാം ചിക്കനാണ് വേണ്ടത്. അത് ബോൺലെസ് ആയാലും കുഴപ്പമില്ല, ബോണോട് കൂടി ആയാലും കുഴപ്പമില്ല കേട്ടോ. എന്നിട്ട് നമുക്കതിലൊരു മാഗ്നേഷൻ തയ്യാറാക്കാനുണ്ട്. അതിൽ 1 സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1 ടീസ്പൂൺ വിനീഗർ. പിന്നെ നമുക്ക് വേണ്ടത് കോൺഫ്ലവർ ആവശ്യമായിട്ട് വരുന്നുണ്ട്. നിങ്ങളുടെ ചിക്കൻ അനുസരിച്ച് കോൺഫ്ലവർ എടുക്കണം. ഇപ്പോൾ 650 ഗ്രാം ആയതുകൊണ്ട് ഞാൻ 3 ടീസ്പൂൺ കോൺഫ്ലവർ ആണ് യൂസ് ചെയ്യുന്നത്. കൂടെ 2 ടീസ്പൂൺ മൈദയും. ഇതെല്ലാം നിങ്ങളുടെ ചിക്കൻ്റെ അളവിനനുസരിച്ച് കൂടുകയും കുറയുകയും ചെയ്യും കേട്ടോ. അതിനുശേഷം 1 കോഴിമുട്ടയാണ് ഞാൻ ഇടുന്നത്. ഇത് 1 കിലോ ചിക്കൻ ആണെങ്കിൽ 2 കോഴിമുട്ട എടുക്കേണ്ടി വരും കേട്ടോ. അതിൻ്റെ കൂടെ തന്നെ ആവശ്യത്തിന് ഉപ്പും ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ 20 മിനിറ്റ് നമുക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. നിങ്ങൾക്ക് സമയമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി. അപ്പോൾ പെട്ടെന്ന് അതിലോട്ട് ഇറങ്ങിക്കിട്ടും. അപ്പോൾ 20 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് മസാലയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ടൊരു പാനിൽ നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതിയാവും. ഫ്രൈ ചെയ്യാനായിട്ട് വെളിച്ചെണ്ണ അധികം യൂസ് ചെയ്യാതിരിക്കുന്നതാവും നല്ലത്. ചില്ലി ചിക്കന് വെളിച്ചെണ്ണ യൂസ് ചെയ്യുന്നതിനേക്കാളും സൺഫ്ലവർ ഓയിലോ അങ്ങനത്തെ വല്ല ഓയിലുകളും യൂസ് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. അങ്ങനെ നമുക്ക് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ. ഒരുപാട് ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളത് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഇപ്പോൾ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ കോരി മാറ്റാം. ഇനി ബാക്കിയുള്ള കുറച്ച് ചിക്കനും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാനുണ്ട്. അതും കൂടി നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത ശേഷം ചില്ലി ചിക്കൻ്റെ ഗ്രേവി തയ്യാറാക്കാൻ തുടങ്ങാം. ഇപ്പോൾ രണ്ടാമത്തെ സെക്ഷൻ ചിക്കനും നമുക്ക് റെഡി ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് ഗ്രേവി തയ്യാറാക്കാനായിട്ട് നമ്മൾ പാൻ എടുത്തിട്ട് അതിലോട്ട് ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച സെയിം ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതൊരു 3 ടീസ്പൂൺ മാത്രമേ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അതിലോട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള ഗാർലിക്കാണ് ഇട്ട് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു 6 അല്ലി വെളുത്തുള്ളിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയൊരു കഷ്ണം ഇഞ്ചിയും. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് അങ്ങ് ഇതും ഫ്രൈ ആയിട്ട് വരേണ്ട ആവശ്യമില്ല. ഒരു പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുത്താൽ മതി. സവോള നമുക്ക് ഇങ്ങനെ വലിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ ചില്ലി ചിക്കനൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും, വലിയ പീസുകളായിരിക്കും സവോളയുള്ളത്. അപ്പോൾ അങ്ങനെ തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. കൂടെ നമ്മൾ 4 പച്ചമുളകാണ് ഇടുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ചുള്ള പച്ചമുളക് ഇട്ടാൽ മതി കേട്ടോ. പിന്നെ ക്യാപ്സിക്കം, ഒരു ക്യാപ്സിക്കമാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഒരു മീഡിയം വലുപ്പത്തിലുള്ള ഒരു ക്യാപ്സിക്കമാണ് എടുത്തിട്ടുള്ളത്. അതും സെയിം സവോള അരിഞ്ഞ അതേപോലെ തന്നെയാണ് അരിഞ്ഞിട്ടുള്ളത്. പിന്നെ നമുക്ക് വേണ്ടത് 2 ടീസ്പൂൺ സോയാ സോസ്, 2 ടീസ്പൂൺ ടൊമാറ്റോ സോസ്. ഇത് രണ്ടും ഒഴിച്ചിട്ട് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാം നല്ല മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് പെപ്പർ നിങ്ങളുടെ എരിവിനനുസരിച്ച് തന്നെയാണ്. ഞാനിവിടെ ഒരു 3/4 ടീസ്പൂൺ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് എരിവ് കുറച്ച് മതിയെങ്കിൽ കുറച്ചിട്ടാൽ മതിയാവും കേട്ടോ. പെപ്പറും ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതെല്ലാം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേണേ മിക്സ് ചെയ്യാനായിട്ട്. ലോ ഫ്ലെയിമിലിട്ട് മിക്സ് ചെയ്യരുത്, ഹൈ ഫ്ലെയിമിലിട്ട് തന്നെ മിക്സ് ചെയ്യണം. ഇനി നമ്മളിതിലോട്ട് ആഡ് ചെയ്യാൻ പോകുന്നത് 1 കപ്പ് വെള്ളത്തിൽ 1.5 ടീസ്പൂൺ കോൺഫ്ലവർ നന്നായിട്ട് മിക്സ് ചെയ്തതാണ്. ഞാനത് ഒരുമിച്ച് ഒഴിച്ച് കൊടുക്കുന്നില്ല, കുറച്ചായിട്ടാണ് ഒഴിച്ച് കൊടുത്തത്. ഒരു സെക്ഷൻ ഒഴിച്ച് പിന്നീട് അത് നന്നായിട്ട് ഇളക്കിയ ശേഷമാണ് ഞാൻ ബാക്കിയുള്ളതും കൂടി ഒഴിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാം ഒരുമിച്ച് ഒഴിച്ച് മിക്സ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ കോൺഫ്ലവർ മിക്സ് ഈ ഒരു പരുവത്തിലാവുമ്പോൾ, നല്ല ക്രീമി സ്ട്രെച്ചർ ആവുന്ന സമയത്ത് നമുക്ക് ഉപ്പ് നോക്കാം. ഉപ്പ് നോക്കിയിട്ട് ഉപ്പിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഉപ്പിടാവുന്നതാണ് കേട്ടോ. ഓൾറെഡി സോസിൽ ഉപ്പുള്ളതാണ്. അപ്പോൾ നമ്മൾ സോസ് ആഡ് ചെയ്തത് കൊണ്ട് ഉപ്പ് ചെക്ക് ചെയ്തിട്ട് മാത്രം ഇട്ട് കൊടുത്താൽ മതിയാവുമേ.
ഇനി നമുക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇടാവുന്നതാണ്. ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. എല്ലാ ചിക്കനിലോട്ടും മസാല ഇറങ്ങുന്ന രീതിയിൽ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ള ഈ ചില്ലി ചിക്കൻ വളരെ ടേസ്റ്റിയാണ്. റെസ്റ്റോറൻറ്റിൽ കഴിക്കുന്ന അതേ രുചിയിലാണ് നമ്മളിപ്പോൾ തയ്യാറാക്കിയിട്ടുള്ളത്. കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള രീതിയിലാണ് നമ്മൾ ഈ ചില്ലി ചിക്കൻ തയ്യാറാക്കിയിട്ടുള്ളത്. പലഹാരത്തിൻ്റെ ഒപ്പം ഫ്രൈഡ് റൈസിൻ്റെ ഒപ്പം ഒക്കെ വളരെ രുചികരമായിട്ടുള്ളതാണ് ഈ ചില്ലി ചിക്കൻ. അപ്പോൾ ചിക്കനൊക്കെ നന്നായിട്ട് മിക്സായി കഴിഞ്ഞാൽ ഇനി നമുക്കതിൽ ചേർക്കാൻ പോകുന്നത് സ്പ്രിംഗ് ഒണിയനാണ്. സ്പ്രിംഗ് ഒണിയനും കൂടി ചേർക്കുമ്പോഴാണ് ആ ചില്ലി ചിക്കൻ്റെ യഥാർത്ഥ രുചി നമുക്ക് കിട്ടുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ചില്ലി ചിക്കൻ റെസിപ്പി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഇഷ്ടമാവും. ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.